ഇന്ത്യൻ ടീമിന്റെ സെലക്ഷൻ എന്നാൽ ഈയിടെയായി ഇപ്പോൾ അതീവ കോമഡിയാണ്. എല്ലാവരും പ്രതീക്ഷിക്കുന്നവരെ തിരഞ്ഞെടുക്കാതെ ഞങ്ങൾ വ്യത്യസ്തരാണെന്ന് തെളിയിക്കാൻ പാടുപെടുന്ന സെലക്ഷനാണ് പലപ്പോഴും ഈയിടെയായി ഉണ്ടാവാറുള്ളത്. മുമ്പ് ഋഷഭ് പന്തിന് പരിക്കേറ്റപ്പോൾ അപ്പോൾ ഇന്ത്യൻ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്ന വിക്കറ്റ് കീപ്പർമാരായ ഇഷാൻ കിഷനെയോ സഞ്ജു സാംസണെയോ അല്ല, KS ഭരതനായിരുന്നു അന്ന് ഇന്ത്യ ടെസ്റ്റിലെ വിക്കറ്റ് കീപ്പറാക്കിയത്. അതൊരു അപ്രതീക്ഷിത നീക്കമായിരുന്നു. ചിത്രത്തിലേ ഇല്ലാതിരുന്ന ഭരതിൻ്റെ വിക്കറ്റ് കീപ്പർ കാലം എങ്ങനെയായിരുന്നു എന്ന് നമുക്കറിയാം. അതുപോലെ കളിച്ച അവസാന ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടിയ സഞ്ജു സാംസൺ ഉണ്ടായിട്ടും അപ്രതീക്ഷിതമായി ധ്രുവ് ജുറേൽ എന്ന വിക്കറ്റ് കീപ്പർ, അദ്ദേഹത്തിന് അവസരങ്ങൾ ഒരുപാട് ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഏകദിന ടീമിൽ ഇപ്പോൾ ധ്രുവ് ജുറേലാണ് സഞ്ജു സാംസണേക്കാളും വിക്കറ്റ് കീപ്പറായി ഇന്ത്യ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാറിയത് നമുക്കറിയാം. അതുപോലെ ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ വിധിയും നമുക്കറിയാം. ഇങ്ങനെ ചിത്രത്തിലേ ഇല്ലാതിരുന്നിട്ടും സർപ്രൈസ് കോളായി ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെടുന്നവർ. ഇപ്പോഴിതാ ന്യൂസിലാൻഡുമായുള്ള ഏകദിന പരമ്പരയിലെ ശേഷിച്ച 2 മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് പുതുമുഖ ഓൾറൗണ്ടർ ആയുഷ് ബദോനിക്ക് സർപ്രൈസ് കോൾ ലഭിച്ചിരിക്കുകയാണ്. വഡോദരയിലെ ആദ്യ കളിയിൽ ബോളിങ്ങിനിടെ പരിക്കേറ്റ ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിൻ്റെ പകരക്കാരനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വരവ്. നേരത്തെ വാഷിംഗ്ടൺ സുന്ദർ വിട്ടുനിന്നാൽ പകരക്കാരനായി പല താരങ്ങളുടെയും പേരുകൾ ഉയർന്നു വന്നിരുന്നു. പക്ഷേ അക്കൂട്ടത്തിലൊന്നും ആരും ബദോനിയുടെ പേര് പരിഗണിച്ചിരുന്നില്ല. എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് സർപ്രൈസ് കോളായി ആയുഷ് ബദോനി ഇന്ത്യൻ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഈ തീരുമാനം ഒരു അപ്രതീക്ഷിത നീക്കമായിരുന്നു, അല്ലെങ്കിൽ ഈ തീരുമാനം ആപ്റ്റായ ഒരു തീരുമാനമാണോ? ഈ രണ്ടുപേരുടെയും പൊസിഷനും ടീമിൽ അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റും നോക്കുകയാണെങ്കിൽ ഇതൊരു മണ്ടത്തരം നിറഞ്ഞ തീരുമാനം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. ഒന്നാമതായി, വാഷിംഗ്ടൺ സുന്ദർ ഒരു പെർഫെക്റ്റ് ഓൾറൗണ്ടറാണ്. ബദോനിയാണെങ്കിൽ ഒരിക്കലും ഒരു സ്പെഷ്യലിസ്റ്റ് ഓൾറൗണ്ടറേ അല്ല. വലങ്കൈൻ ബാറ്ററും പാർട്ട് ടൈം ഓഫ് സ്പിന്നറും മാത്രമാണ് ആയുഷ് ബദോനി. അതുകൊണ്ട് തന്നെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം ബദോനി എന്നത് വലിയൊരു മിസ്മാച്ച് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. ഒരു ബാറ്റിംഗ് ഓൾറൗണ്ടർ എന്ന ഗണത്തിൽ വേണമെങ്കിൽ ആയുഷ് ബദോനിയെ ഉൾപ്പെടുത്താമെങ്കിലും ബോളിംഗ് ഓൾറൗണ്ടറാണ് വാഷിംഗ്ടൺ സുന്ദർ എന്ന് നമുക്കറിയാം. സമീപകാലത്ത് ആയുഷ് ബദോനിയുടെ ബോളിംഗ് ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നത് സത്യമാണ്. എങ്കിൽ കൂടിയും വാഷിംഗ്ടൺ സുന്ദറിനെ പോലെ ഒരു താരത്തിന് പകരം അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്യാനാവില്ല എന്നതാണ് ശരി. വളരെ മികച്ച ലൈനിൽ പന്തെറിഞ്ഞ് ക്രീസിലുള്ള ബാറ്റർമാരെ പൂട്ടാൻ സാധിക്കുന്ന ആളാണ് വാഷിംഗ്ടൺ സുന്ദർ എന്ന് നമുക്കറിയാം. കഴിഞ്ഞ 4-5 വർഷങ്ങളായി അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ബദോനിക്ക് അത് സാധിക്കുമോ എന്നത് സംശയകരം തന്നെയാണ്. വാഷിംഗ്ടന്റെ പകരക്കാരനായ മികച്ച ഓപ്ഷനുകൾ വേറെയും ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു വിഷയം. അങ്ങനെ ഒരു ഘട്ടത്തിൽ ബദോനിയെ പരിഗണിക്കേണ്ടിയിരുന്നോ എന്നതാണ് അടുത്ത ചോദ്യം. നമുക്കറിയാം, സീനിയർ താരമായ അക്ഷർ പട്ടേൽ നല്ലൊരു ഓപ്ഷനാണ്. അദ്ദേഹം ഇപ്പോഴും പുറത്തുണ്ട്. എന്നിട്ടും അദ്ദേഹത്തെ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല പകരക്കാരനായി. അതിനൊപ്പം നേരത്തെ ദേശീയ ടീമിന്റെ ഭാഗമായിരുന്ന ഷഹബാസ് അഹമ്മദും വാഷിംഗ്ടൺ സുന്ദറിന്റെ അഭാവം നികത്താൻ സാധിക്കുന്ന താരമായിരുന്നു. ഈ സീസണിലെ വിജയ് ഹസാരെ ട്രോഫിയിൽ ബാറ്റിംഗിൽ തിളങ്ങിയവരാണ് അക്ഷർ പട്ടേലും ഷഹബാസ് അഹമ്മദും എന്ന് നമുക്കറിയാം. കൂടാതെ മതിയായ ഓവറുകൾ ബൗൾ ചെയ്തിട്ടുമുണ്ട് ഇരുവരും. വാഷിംഗ്ടൺ സുന്ദറിന് പകരം ഇന്ത്യൻ ടീമിന് വേണ്ടി 5-ാം നമ്പറിൽ ബാറ്റ് ചെയ്യാനും ഇവർക്ക്, അതായത് സ്ഥാനക്കയറ്റം കിട്ടി ബാറ്റിംഗ് ചെയ്യാനും അക്ഷർ പട്ടേലിനും അതുപോലെ ഷഹബാസിനും ഒക്കെ സാധിക്കും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അക്ഷർ നേരത്തെ ഈ പൊസിഷനുകളെല്ലാം ബാറ്റ് ചെയ്തിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഷഹബാസ് ആണെങ്കിൽ നമുക്കറിയാം, IPL-ലും നേരത്തെ ഇറങ്ങി മികച്ച ഇന്നിങ്സുകൾ കാഴ്ചവെക്കുകയും നിർണായക ഘട്ടത്തിൽ വിക്കറ്റുകൾ എടുക്കുകയും ചെയ്ത താരമാണ്. അപ്പോൾ ഒരു ബോളിംഗ് ഓൾറൗണ്ടറാണ്. ഈ ബദോനി നമുക്കറിയാം, അദ്ദേഹം വലിയ ഫോമിലായതുകൊണ്ടാണ് എടുത്തത് എന്ന് കരുതുന്നവരുണ്ടാകാം. പക്ഷേ ഇതും തെറ്റാണ്. കഴിഞ്ഞ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20-യിൽ ശരാശരി പ്രകടനം മാത്രമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. 7 ഇന്നിങ്സുകളിൽ നിന്നും 29 ശരാശരിയിൽ അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത് 206 റൺസ് മാത്രമാണ്. അതിനുശേഷം കളിച്ച വിജയ് ഹസാരയിൽ ബദാനി വലിയൊരു ഫ്ലോപ്പായിരുന്നു. 3 ഇന്നിങ്സുകളിൽ നിന്നും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് വെറും 16 റൺസാണ്. വിക്കറ്റ് നേട്ടവും എടുത്തു പറയാനൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു സർപ്രൈസ് സെലക്ഷനായി അദ്ദേഹം ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത്. ഇനി ആയുഷ് ബദോനി കഴിവുള്ള താരവും ഇന്ത്യൻ ടീമിലെത്താൻ അർഹതയുമുള്ള താരമല്ലേ എന്ന് ചോദിച്ചാൽ അത് ആണ് എന്ന് തന്നെയാണ് ഉത്തരം. മുമ്പ് 2022-ലെ IPL അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി അർദ്ധ സെഞ്ചുറി തികച്ചുകൊണ്ടാണ് ആയുഷ് ബദോനി രംഗത്തെത്തി. ആയുഷ് ബദോനിയെ അന്ന് പുകഴ്ത്തിക്കൊണ്ട് അന്നത്തെ ലക്നൗ ക്യാപ്റ്റനായിരുന്ന KL രാഹുൽ പറഞ്ഞത്, ഇവൻ ഞങ്ങളുടെ ബേബി AB ആണെന്നായിരുന്നു. അവൻ ഞങ്ങളുടെ ബേബി എബി ഡിവിലിയേഴ്സ് ആണ്. തുടക്കം മുതൽ തന്നെ അത്ഭുതപ്പെടുത്തുന്ന താരമാണ്. ബദോനി ലഭിച്ച അവസരം കൃത്യമായി ഉപയോഗിക്കുന്നതിൽ സന്തോഷമുണ്ട്. ലക്നൌവിൻ്റെ 4 വിക്കറ്റുകൾ വീണിട്ടും സമ്മർദ്ദത്തിൽ ബദോനി ആ ഒരു നല്ല പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. തുടർന്നും അദ്ദേഹം മികവ് ആവർത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ആ മത്സരശേഷം, ആ IPL 2022-ലെ IPL-ൽ ആ മത്സരശേഷം KL രാഹുൽ തൻ്റെ പുതിയ തുറുപ്പ് ചീട്ടിനെ കുറിച്ച് പറഞ്ഞത്. അന്ന് ഗുജറാത്ത് ടൈറ്റൻസിനോട് ലക്നൗ തോറ്റെങ്കിലും ഗുജറാത്തിൻ്റെ മുഹമ്മദ് ഷമി, ലോക്കി ഫെർഗ്യൂസൺ, റാഷിദ് ഖാൻ തുടങ്ങിയ ലോകോത്തര താരങ്ങളെ നേരിട്ട ബദോനി 41 പന്തുകളിൽ 54 റൺസായിരുന്നു അന്നെടുത്തത്. അതായത് അരങ്ങേറ്റത്തിൽ തന്നെ 50 നേടിയ ആ ഒരു സന്ദർഭം.
അന്ന് ഒരു ഘട്ടത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 29 റൺസ് എന്ന നിലയിൽ തകർന്നുകൊണ്ടിരിക്കവെയാണ് ലക്നൌവിൻ്റെ രക്ഷാപ്രവർത്തനത്തിന് ഈ ബദോനി എത്തുന്നത്. 38 പന്തുകളിൽ നിന്നായിരുന്നു ബദോനി അന്ന് തൻ്റെ കന്നി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത്. ഈ മത്സരത്തിലെ 50യോടെ ഒരു റെക്കോർഡും അന്ന് ആയുഷ് ബദോനി സ്വന്തം പേരിൽ കുറിച്ചിരുന്നു. IPL അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ 6ാം നമ്പറിലോ അതിന് താഴെയോ ഇറങ്ങിക്കൊണ്ട് 50+ സ്കോർ ചെയ്ത ആദ്യ താരമായി അദ്ദേഹം അന്ന് മാറിയിരുന്നു. ആ സീസണിന് മുമ്പായി നടന്ന മെഗാലയത്തിൽ അടിസ്ഥാന വിലയായ 20 ലക്ഷം രൂപയ്ക്കായിരുന്നു അന്ന് ലക്നൗ ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ആ സമയത്ത് പോലും ഡൽഹിക്കായി വെറും 5 T20 മത്സരങ്ങളിൽ മാത്രമേ ബദോനി കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2020-21 സീസണിൽ രഞ്ജി ട്രോഫിയിലൂടെയാണ് ബദോനി ഡൽഹിക്കായി അരങ്ങേറിയത്. 2018 അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരുന്ന ബദോനി അന്ന് ശ്രീലങ്കയ്ക്കെതിരായ മത്സരത്തിൽ 28 പന്തിൽ 52 റൺസുമായി തിളങ്ങിയിരുന്നു. അന്ന് ഫൈനലിലായിരുന്നു ആയുഷ് ബദോനിയുടെ ആ ഉജ്ജ്വല ഇന്നിംഗ്സ് പിറന്നത്. 144 റൺസിൻ്റെ വമ്പൻ ജയവുമായി അന്ന് ഇന്ത്യ ജേതാക്കളായിരുന്ന ഏഷ്യ കപ്പായിരുന്നത് അണ്ടർ-19 ഏഷ്യ കപ്പ്. 2020 സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ICCയുടെ അണ്ടർ-19 ലോകകപ്പിൽ ആയുഷ് ബദോനിക്ക് അവസരം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. പക്ഷേ പ്രിയങ്കാർ ക്യാപ്റ്റനായ ആ ടീമിലേക്ക് അദ്ദേഹം പരിഗണിക്കപ്പെട്ടില്ല. ആ അണ്ടർ-19 ലോകകപ്പിൽ അവഗണിക്കപ്പെട്ടെങ്കിലും IPL ആയുഷ് ബദോനി ഗംഭീര തുടക്കം നടത്തുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടത്ര ഫോമിൽ കളിക്കാൻ അല്ലെങ്കിൽ വേണ്ടത്ര ഇമ്പാക്റ്റ്ഫുൾ ഇന്നിങ്സ് ഒന്നും IPL അദ്ദേഹത്തിൻ്റെതായി നമ്മൾ കണ്ടിട്ടുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ആ ഒരു ബദോനിയാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഇന്ത്യൻ ടീമിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. ഇതിനിപ്പം ബദോനി ഇടയ്ക്ക് അപ്രതീക്ഷിതമായി ടീമിലെത്തി പിന്നെ അപ്രത്യക്ഷരാകുന്ന താരങ്ങളുടെ ലിസ്റ്റിൽ എത്തിപ്പെടാനും ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും അവസരമൊന്നും ലഭിക്കാതെ പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥയും ആയുഷ് ബദോനിക്ക് മുമ്പിൽ ഇങ്ങനെ നിറഞ്ഞു നിൽപ്പുണ്ട്. അപ്പോൾ ആയുഷ് ബദോനിയുടെ സെലക്ഷൻ അത് വാഷിംഗ്ടൺ സുന്ദറിൻ്റെ പകരക്കാരനായി അദ്ദേഹത്തെ തന്നെ ഉൾപ്പെടുത്തുമ്പോൾ അത് കൃത്യമായൊരു സെലക്ഷനാണോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്.